മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല, പരിഭവങ്ങളില്ലാത്ത മനുഷ്യരില്ല, തോൽവി നേരിടാത്ത വ്യക്തികളില്ല. എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ലോകത്തില്ല. പിന്നിൽ ആളുണ്ട് എന്ന ധൈര്യത്താൽ ഒരിക്കലും നടക്കരുത്. വീണു എന്ന് കണ്ടാൽ പിന്മാറുന്നവരാണ് ഏറെയും. ഭക്തരെ, ജീവിതം വളരെ ചെറിയ കാലത്തേക്കുള്ളതാണ്. വെറുപ്പുകൾ ഒഴിവാക്കുക, പെട്ടെന്ന് ക്ഷമിക്കുക, സാവധാനം വിശ്വസിക്കുക, സത്യസന്ധമായി സ്നേഹിക്കുക, പുഞ്ചിരിക്കാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്താതിരിക്കുക. ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് വാക്കുകളിലല്ല, ഹൃദയത്തിൽ നിന്നാണ്. പിണക്കങ്ങളൊക്കെ വാക്കുകളിൽ ഉണ്ടായാലും ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. കോപം ഒരിക്കലും മനസ്സിൽ ഇരിക്കരുത്, അത് വാക്കിൽ മാത്രമാകണം. സ്നേഹം വാക്കിൽ മാത്രം ആകരുത്, മനസ്സിലും ഉണ്ടാകണം. ക്ഷമിക്കുന്നത് കീഴടങ്ങലോ തോൽവിയോ അല്ല, അതൊരു പ്രശ്നപരിഹാരമാണ്. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും തന്നെ നേടാൻ സാധ്യമല്ല. വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും. തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക, അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല, പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു. ഭക്തരെ, ജീവിതത്തിൽ ഒരുപാട് മറക്കാനാവാത്ത സാഹചര്യങ്ങൾ ഓരോ മനുഷ്യനുമുണ്ടാകാം. എന്നാൽ അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ആ ഓർമ്മകളിൽ മുഴുകി നിങ്ങൾ നീറി കഴിയാതെ ഭൂതകാലത്തിൽ നിന്നുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. ഇന്നിൻ്റെ ഈ നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കാൻ പഠിക്കുക. ഭക്തരെ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വന്തമാണെന്ന് തീരുമാനിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ദിവസം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നും ദൈവം നിങ്ങളെ ഏൽപ്പിക്കില്ല എന്ന വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. എന്തിനെയാണോ നിങ്ങൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും കൈവരുന്നത്. ഭക്തരെ, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാകാൻ തുടങ്ങും. എല്ലാ കാര്യങ്ങൾക്കും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല. ഭക്തരെ, തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത്. കാരണം മനസ്സിൽ ഞാനെന്ന ഭാവം ഉള്ള കാലത്തോളം ആ വ്യക്തിക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടാകില്ല. തകർക്കാനും തളർത്താനും പലരുമുണ്ടാകും. തളരാതെ മുന്നോട്ടു പോവുക. കാരണം ജീവിതം നിങ്ങളുടേതാണ്, ജീവിക്കേണ്ടത് നിങ്ങളും. ഭക്തരെ, ബഹുമാനമായാലും സ്നേഹമായാലും സൗഹൃദമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാം അഭിനയം മാത്രമാണ്. ഭക്തരെ, നിങ്ങളെ നിരന്തരം വെറുക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ വാക്കുകളെ ഒരിക്കലും പരിഗണിക്കരുത്. നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ ഉയരാൻ തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ തിരിച്ച് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക. ജീവിതം ഒരു മത്സരമല്ല. മറ്റാരുമായോ നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു വേണമെന്ന് നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ തീരുമാനങ്ങൾ, ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയ്ക്കായി സധൈര്യം നിൽക്കുക. ഭക്തരെ, ഇനി എന്ത് സംഭവിച്ചാലും നിങ്ങളെ ബാധിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.